ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ കുറിച്ചാണ്. അതായത് ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ നമ്മുടെ ഡോക്ടർ ഒരു സ്റ്റോറി ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ യൂട്യൂബേഴ്സിനും താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ്, നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇട്ടിരുന്നത്. അദ്ദേഹം അത് കാരണം അദ്ദേഹത്തിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്ട്രെങ്തായി നിന്ന യൂട്യൂബേഴ്സാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്റ്റോറി ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദിയും പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു യൂട്യൂബേഴ്സിന്റെ എല്ലാവരും കൂടി ഒരു മീറ്റപ്പും വെക്കാമെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഒരു സന്തോഷമായ കാര്യമാണ്. ഈ സിറ്റുവേഷനിൽ അത് പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് ഒരു ചെറിയ അപേക്ഷ കൂടിയുണ്ട്. കാരണം ഈ യൂട്യൂബേഴ്സിനെ എല്ലാം നിലനിർത്തുന്നത് തന്നെ നമ്മളെ ഇവിടുത്തെ സമൂഹത്തിലുള്ള ജനങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള അമ്മമാരും സഹോദരിമാരും ഒക്കെയാണ്. അവരുടെ സ്ട്രെങ്താണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. യൂട്യൂബേഴ്സുകൾ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ്. അവരൊറ്റയ്ക്ക് വിചാരിച്ച കാര്യം നടക്കുന്നതല്ല. അപ്പോൾ ആ അമ്മമാരെ സഹോദരിമാരും ഡോക്ടർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ നേർന്ന് എപ്പോഴും കൂടെ നിന്ന് കൊണ്ട് നിൽക്കുന്ന അമ്മമാര് സഹോദരിമാരും ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയും കൂടി ഒരു സ്റ്റോറി ഇടുക. അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും അതിലൊന്ന് ഉൾപ്പെടുത്താതിരുന്നതിൽ ഒരു വിഷമം എനിക്കുണ്ട്. കാരണം ഒരുപാട് പേര് അങ്ങനെ ഇത് ഉന്നയിച്ച പോലെ എനിക്ക് പേഴ്സണലായി എനിക്ക് അങ്ങനെ ഒരു വാക്ക് തോന്നി. അപ്പോൾ ഡോക്ടർ അത് ചെയ്യുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു വാക്ക് കേട്ടപ്പോൾ അമ്മമാരും സഹോദരങ്ങളും ഒക്കെ ഒരുപാട് വേദനിച്ചു. കാരണം ഡോക്ടറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ്, ദുഃഖമാണ്, അവർക്ക് പിന്നെ ടെൻഷനാണ്. പലരും ഹോസ്പിറ്റലിൽ തളർന്നു വീഴുന്ന രംഗങ്ങൾ വരെ എനിക്കറിയാവുന്ന കേസുകൾ ഉള്ള അമ്മമാരുണ്ട്. ഡോക്ടർ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴോ എന്തെങ്കിലും വിഷമം വരുമ്പോഴൊക്കെ തളർച്ച വരുന്നതും അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്നതും ഒക്കെ ആയിട്ടുള്ള അമ്മമാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അമ്മമാരെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഉള്ള. അല്ലാതെ ഡോക്ടർക്ക് വേണ്ടി ഒരുപാട് തെറിവിളികൾ എന്ന് പറഞ്ഞാൽ അവര് ഡോക്ടറെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള കിട്ടുന്ന കൂലികളാണ്. അന്തം ഫാൻസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തെറിവിളിയും. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെയാണ് വിളി കേൾക്കുന്ന ആ അമ്മമാർക്ക് വേണ്ടിയും ആ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഒരു സ്റ്റോറി ഇടണം ഡോക്ടർ എന്ന്. ഇത് എന്റെ വീഡിയോ കാണുന്നുണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്നെക്കാളും വലിയ ചാനലുകൾ ഒന്നും കാണുന്നില്ല എന്ന് എനിക്കറിയാം ഡോക്ടർ. അപ്പൊ എന്റെ ഒരു പൊടി ചാനലാണ്. കാരണം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ചാനലൊന്നും കൊണ്ടുനടക്കുന്ന ഒരാളല്ല. എനിക്ക് ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിത് കൊണ്ടുനടക്കുന്ന പറഞ്ഞാൽ ഡോക്ടറെ ഞാൻ ഈ ഇടയ്ക്കാണ് ചാനൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം എല്ലാവരും ഒക്കെ ചാനലുകളൊക്കെ ഡോക്ടറെ പറ്റിയുള്ള വീഡിയോകളൊക്കെ മതിയാക്കിയപ്പോൾ, ഡോക്ടറെ കുറിച്ചൊക്കെ ഇതൊക്കെ ആക്കിയപ്പോഴും ഞാൻ തുടങ്ങിയതാണ് ഈ ചാനൽ. അപ്പൊ കാരണം അതായത് കഴിഞ്ഞ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ 5ാം സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങുന്നത് തന്നെ. ഇപ്പൊ ഏകദേശം 1 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. കാരണം ആരും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ തുടങ്ങിയതാണ്. ഡോക്ടറുടെ വീഡിയോകളാണ് എൻ്റെ ചാനലിൽ കൂടുതലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്നെ അറിയണമെന്നില്ല. എന്നിരുന്നാൽ തന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ ഈ അമ്മമാർക്ക് വേണ്ടി 2 വാക്ക് ഒരു കുറിപ്പ് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിടുക. അമ്മമാരെ ഒരു സമാധാനത്തിന് ഡോക്ടർ എപ്പോഴും ഹാപ്പി ആയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് കിട്ടിയപ്പോൾ, ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ, ഇങ്ങനെ ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിട്ടപ്പോൾ വളരെ വളരെ സന്തോഷം, ഒരുപാട് ഹാപ്പി കിട്ടി. കാരണം ഇത് ഇന്നത്തെ ഈ ദിവസത്തിന് ഒരു അനിവാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഡോക്ടർ എന്തൊരു എഴുതുന്നതായിരുന്നാലും ശരി തന്നെ, ഒരു ഫോട്ടോ തന്നെ ആയിരുന്നാലും ശരി തന്നെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പൊ പലരും പറയും ഞങ്ങള് എന്നെ സംബന്ധിച്ച് എന്നോട് പലരും പറയും നിനക്ക് ചാനൽ വളർത്താനാണ് അദ്ദേഹം. എനിക്കങ്ങനെ ചാനലൊന്നും വളരണണ്ട.
കാരണം ഞാൻ എന്ത് തന്നെയായാലും ഡോക്ടർക്ക് ഉള്ള ഫോട്ടോകളും ഇതൊക്കെ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹമാണ്. എനിക്ക് അത്രയ്ക്ക് താങ്കളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോയ്ക്ക് ഇടുന്നത് തന്നെ, അല്ല വേറൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ അമ്മമാർക്ക് വേണ്ടി, ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റോറി ഇടാൻ സാധിക്കുമെങ്കിൽ ഇടുക, അല്ലെങ്കിൽ വേണ്ട. കാരണം അവരുടെ ദുഃഖങ്ങൾ മനസ്സിലായി, അതുകൊണ്ടാണ് പറഞ്ഞത്. അവർക്ക് ചിലവർക്ക് ഇപ്പം അവരില്ലെങ്കിൽ പിന്നെ ഈ യൂട്യൂബേഴ്സ് ഒന്നും കാണത്തില്ല. അവരില്ലാതെ ഇത് കാണുന്ന ജനങ്ങൾ വേണമല്ലോ, പ്രേക്ഷകർ വേണമല്ലോ. പ്രേക്ഷകരില്ലാതെ ദുഃഖില്ല, ഒരിടത്തും നമുക്ക് നിൽക്കില്ല. അവരാണ് നമ്മുടെ സ്ട്രെങ്ത്. ശരിക്കും പറഞ്ഞാൽ അവരാണ് നമ്മുടെ സ്ട്രെങ്ത്. യൂട്യൂബേഴ്സ് വരും, അതിന്റെ പുറകെ അവര് ഒരു വീഡിയോ എടുത്താലും നമ്മുടെ കാണാൻ ആൾ വേണമല്ലോ. അത് അവരാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാരെ. അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് ഒരു സ്റ്റോറി ഇടണം. താങ്ക് യു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ഹാപ്പി ആയിരിക്കും, എപ്പോഴും പിടിച്ചിരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ കൂടെ കട്ടയ്ക്ക് എപ്പോഴും കാണും. പിന്നെ എൻ്റെ ഫേക്ക് ഐഡിയയിൽ പലരും വന്ന് അനാവശ്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കേസ് ഞാനിവിടെ ഫയൽ ചെയ്യും. അത് ഇതിൽ സൈബറിൽ, ഞാൻ നിൽക്കുന്ന രാജ്യത്തെ സൈബറിൽ കൊടുക്കും. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇങ്ങനെയുള്ള എൻ്റെ പേരും പറഞ്ഞ് ഡോക്ടറെ മോശം എഴുതുമ്പോൾ എനിക്കത് പ്രയാസമായിട്ട് തോന്നുന്നു. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.